ചെട്ടിനാട് പോകുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കുറച്ച് എക്സ്പീരിയൻസ് ആൻഡ് പ്ലേസസ് കണ്ടാലോ. ചെട്ടിനാട് മാൻഷൻസ് പോലെ തന്നെ വളരെ കളർഫുൾ ആണ് ഇവിടുത്തെ ഹാൻഡ്ലൂം സാരീസ് ആയ കണ്ടാങ്കി സാരീസ്. വൈഡ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ബോർഡേഴ്സും ചെക്ക് പാറ്റേൺസും പിന്നെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ട്രഡീഷണൽ വീവിംഗ് മെത്തേഡാണ് കണ്ടാങ്കി സാരീസിന്റെ പ്രത്യേകത. സോ ദിസ് ഈസ് ശ്രീ വെങ്കട്രാമൻ സാരി സെന്റർ ഇൻ കാനാടുകാതൻ. ചെട്ടിനാടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആത്തൻകുടി ടൈൽസ്. പണ്ട് ചെട്ടിയാന്മാർ തന്റെ വീട് അലങ്കരിക്കുവാൻ വേണ്ടി ഇമ്പോർട്ടഡ് ടൈൽസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നീട് അതൊട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ആത്തൻകുടിയിലെ മണ്ണും നാച്ചുറൽ കളർ പിഗ്മെന്റ്സും വെള്ളവും ചേർത്ത് വൈബ്രന്റ് ആയിട്ടുള്ള ആത്തൻകുടി ടൈൽസ് ഉണ്ടാകുന്നത്. 150 വർഷത്തിന്റെ പഴക്കമുള്ള ഈ പാരമ്പര്യം നമുക്കും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു നല്ല ചെട്ടിനാട് താലിയൊക്കെ കഴിച്ച് ഈവനിങ് ആകുമ്പോൾ പുതുക്കോട്ടയിലെ തിരുമയം ഫോർട്ട് എന്ന ബ്യൂട്ടിഫുൾ ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്പോട്ടിലേക്ക് പോകാം. കാനാടുകാതനിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് യാത്ര മാത്രമേ ഉള്ളൂ ഈ ഫോർട്ടിലേക്ക്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് നടന്ന ഈ ഫോർട്ടിൽ നിന്ന് തൃച്ചി രാമേശ്വരം ഹൈവേ മുതൽ 360 ഡിഗ്രിയിൽ പുതുക്കോട്ടൈ ജില്ലയിലെ ഹോൾ ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സൺസെറ്റ് വ്യൂ ആയിരുന്നു. ശേഷം നമുക്ക് ചെട്ടിനാട് മാൻഷനിൽ പോയി ഒരു നല്ല കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിച്ച് വളരെ പീസ്ഫുൾ ആയിട്ട് ഈ ഡേ അവസാനിപ്പിക്കാം.